അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. IM വിജയന്റെ പേര് തള്ളാതെ CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് വണ്ടൂർ. തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA-ക്കെതിരായ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. ബൂത്ത്, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ രൂപീകരണവും അതിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും പോയി. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് LDFന്റെയും പാർട്ടിയുടെയും സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ആലോചിക്കുക. ഈ മണ്ഡലം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം ജയിക്കാൻ കഴിയുമെന്ന നല്ല ആത്മവിശ്വാസത്തിലാണ്. അതിന് പറ്റാവുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവതരിപ്പിക്കും. ഒട്ടനവധി പേരുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം വരുന്നുണ്ട്. ഞങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം ജയിക്കുക, മലപ്പുറം ജില്ലയിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വണ്ടൂർ. വണ്ടൂർ മണ്ഡലം ജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇടതുപക്ഷം ഈ പ്രാവശ്യം അവതരിപ്പിക്കുക. ആരെ സംബന്ധിച്ചോ ഞങ്ങളൊന്നും നിരാകരിക്കുന്നില്ല. നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നല്ല പ്രാപ്തിയുള്ള, നല്ല സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത്. ഇപ്പോൾ നമ്മുടെ മേഖലയിലേക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നല്ല നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു ആശങ്ക ഉണ്ടോ നമുക്ക്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് പറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടേറെ മുന്നേറാൻ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പുറകോട്ടടിയെയും മറികടന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് ജയിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്ന MLA-ക്കെതിരായിട്ടുള്ളൊരു വികാരം മണ്ഡലത്തിലുടനീളമുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം ഞങ്ങളുടെ സംഘടനാ മിഷനറി കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നുള്ള തിരിച്ചടി കൂടി പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ തലത്തിലേക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഈ വണ്ടൂർ മണ്ഡലത്തിലെ സംഘടനയെ മാറ്റാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ പഴയ MLA അല്ല, അദ്ദേഹം കൂടുതൽ കരുത്തരാണ്. KPCC വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാനത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അതൊക്കെ ഒരു വെല്ലുവിളികൾ അല്ലേ സംഭവിക്കുക? UDFനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ്. വണ്ടൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ഈ വണ്ടൂരിന്റെ ജനപ്രതിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന ഒരു നേട്ടം ഈ മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചത് ഇന്നും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഒട്ടനവധി പോരായ്മകൾ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ശേഷിയുടെ കുറവിന്റെ ഭാഗമായിട്ട് ഈ മണ്ഡലം ഇപ്പോഴും ഒരു അവികസിത മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലമായി വണ്ടൂർ അവശേഷിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യപ്പെടുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളും ഈ വണ്ടൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം മറ്റു മണ്ഡലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം വണ്ടൂരിന് എത്താൻ കഴിയാത്തത് ഈ MLA-യുടെ കഴിവുകേടാണ് എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു ദിവസം പ്രചരണങ്ങൾ ആരംഭിക്കുമ്പോൾ എത്ര കാര്യങ്ങളായിരിക്കും ഇടതുപക്ഷം ജനങ്ങളിൽ വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂരിലെ വികസന പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ നാട്ടിലെ ആളുകളുടെ മുമ്പാകെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ബദൽ രാഷ്ട്രീയം ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയരംഗത്തുള്ള നല്ല പ്രചരണവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളും പ്രചരണത്തിന്റെ ഭാഗമാവും. നമ്മൾ ഈ സ്ഥാനാർത്ഥിയുടെ രൂപങ്ങൾ നമുക്ക് ഏകദേശം ഈ വളരെ ദൃശ്യകര വാർത്തകൾ നിറയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് മറ്റു മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണുള്ളത്. അതിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും
സ്വാഭാവികമായിട്ടും CPIM ആണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി എല്ലാം ആലോചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കുക. അതിനെ സംബന്ധിച്ചുള്ള സമയം ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പ്രാദേശികമായിട്ട് ഇവിടുന്ന് പേരുകൾ മുകളിലേക്ക് അയക്കുന്ന രീതിയും ഉണ്ടാവും. അങ്ങനെയുള്ള പേരുകൾ കണ്ടുവച്ചിട്ടുണ്ടോ? മീൻസ് അറിയുന്നുണ്ടോ? അതെല്ലാം ആ സമയത്താണ് പാർട്ടി ആലോചിക്കുക. ആ സമയത്ത് നല്ല കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന കേന്ദ്രം തന്നെ നല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോകും. ഒറ്റ കാര്യം ചോദിച്ചോട്ടോ അവസാനമായിട്ട്, വണ്ടൂരുകാരനായിരിക്കും സാധ്യത വരും. ഒരു കാര്യവും ഞാൻ നിരാകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അതിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അതിന്റെ മൂർത്തമായ സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ അവതരിപ്പിക്കും. ഇത്തവണ വണ്ടൂർ പിടിക്കും തീർച്ചയായിട്ടും. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.